കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ, അതായത് ചൊവ്വാഴ്ച 26-ാം തീയതിയിൽ നിർമ്മാല്യ ദർശന സമയമാണ്. വളരെ തിരക്ക് കുറഞ്ഞ അന്തരീക്ഷമാണ്. ചൊവ്വാഴ്ചയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഇനി ഏകദേശം 3:30-4 മണിയോട് കൂടിയിട്ട് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ദർശനം ഉണ്ടാവുള്ളൂ. ദർശനത്തിന് നിയന്ത്രണം പറഞ്ഞിട്ടുണ്ട് ദേവസ്വം. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കുളത്തിൽ ദേവസ്വം, അതായത് അമ്പലക്കുളത്തിൽ, രുദ്രതീർത്ഥക്കുളത്തിൽ റീല് ചിത്രീകരിച്ചു. ഹിന്ദുവായ സ്ത്രീ കയറിയിട്ട് റീല് ചിത്രീകരിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടുണ്ടായ അതിൻ്റെ പുറത്താണ് പുണ്യാഹമായതും മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഒരുപാട് ചിട്ടകളും ക്രമങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന് 18 പൂജകളും 18 ശീവേലികളും അടങ്ങുന്നതാണ്. അപ്പോൾ രാവിലെ ആദ്യത്തെ ശീവേലി 5 മണിയാകുമ്പോഴേക്ക് തന്നെ തുടങ്ങും എന്നൊക്കെയാണ്. അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇനി വൈകുന്നേരം മാത്രമാണ് ദർശനം ഉണ്ടാവുള്ളൂ. നാലമ്പലത്തിനകത്തേക്ക് ഭക്തർക്ക് പകൽ ഒക്കെ ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാവും. ഇന്നിപ്പോൾ രാവിലെ നിർമ്മാല്യത്തിന് വന്ന അധികം തിരക്കൊന്നുമില്ല. സാധാരണഗതിയിൽ ചൊവ്വാഴ്ച തിരക്ക് കുറവ് ആവും, എന്നാലും നിർമ്മാല്യത്തിന് കുറച്ചൊക്കെ തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് തീരെ ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. എന്തായാലും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ജീവിതത്തിൽ വളരെ അപൂർവം മാത്രം കിട്ടുന്ന ദർശനമാണ്. ഭഗവാന്റെ തലേ ദിവസത്തെ ആടയാഭരണങ്ങളോട് കൂടിയ ഒരു കാഴ്ച നിർമ്മാല്യ ദർശനം എന്ന് പറഞ്ഞാൽ തന്നെ ദേവകൾ പൂജിതമായിട്ട്, അതായത് രാത്രി തൃപ്പുക കഴിഞ്ഞ് അടച്ചതിന് ശേഷം പിന്നീട് ദേവകൾ വന്ന് പൂജിക്കുന്നു എന്നൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ വിശേഷങ്ങളെ. അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞ് വരുന്ന രാവിലെ നമ്മൾ പുലർച്ചെ 3 മണിക്ക് കിട്ടുന്ന ദർശനം എന്ന് പറഞ്ഞാൽ അത് അതിമനോഹരമാണ്. ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു കാര്യമാണ് നിർമ്മാല്യ ദർശനം. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ അത്താണ്, ഓണം തുടങ്ങുകയാണ്. അതിമനോഹരമായ പൂക്കളാണ് കിഴക്കേ നടയിൽ ചമച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പിക്ചറും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഗുരുവായൂർ വന്ന് തൊഴാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഇത് കാണുക. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. കാരണം അത്രയ്ക്കും മനോഹരമായ ആ ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണാനുള്ളത്. ഗുരുവായൂർ അമ്പലം കാണാൻ എന്ത് രസമാണെന്നറിയോ. ഇന്നിപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ ആ ഒരു ഉദിപ്പും, അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശ്രീലകത്തെ, അതായത് എന്താ പറയുക, വെളിച്ചവും ആ നെയ്വിളക്കിൻ്റെ പ്രഭയൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ അത്തവും ചതുർത്ഥിയല്ല ഇപ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിക്ക് കുഴപ്പമില്ല. നാളെ ഇപ്പോൾ വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടിയൊക്കെ കാര്യങ്ങളാണ്. നല്ലൊരു ഗണേശ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിഴക്കേ നടയിൽ. അതും കാണാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഇന്നത്തെ രാവിലത്തെ വരവൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഉച്ചയ്ക്ക് ശേഷം വരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദർശനം, ഇപ്പോൾ വന്നവർക്കൊക്കെ നല്ലൊരു ദർശനം, അതുപോലെ ഇന്ന് ഇത് കാണുന്നവർക്കും ആ ഒരു ദർശനം തന്നെ ലഭിക്കുന്ന തരത്തിലാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.